ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചീനിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കിടിലൻ ചിക്കൻ റെസിപ്പിയാണേ. ഞാൻ അതിനായി ഒരു ഉരുളി ചൂടാക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ചിക്കനിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 തണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി വേഗം വഴന്ന് കിട്ടാനാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത്. ഇതിന് നമുക്കൊരു ഗോൾഡൻ നിറം ആവാൻ വരെ വെയിറ്റ് ചെയ്യാം. ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അത് മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇതായി കിട്ടാനാണ്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾ അഡീഷണൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ വെള്ളം വറ്റുന്നവരേക്കിനി വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഞാൻ വെള്ളം വറ്റി വന്നപ്പം 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അതിൽ വെള്ളം തണ്ടി പൂർണ്ണമായിട്ടും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.